വയനാട്ടിൽ മയക്ക് വെടിവെച്ച് പിടികൂടിയ മുട്ടിക്കൊമ്പനെ തുമ്പിക്കൈയിൽ മുറിവ്. ആനയ്ക്ക് ചികിത്സ വേണ്ടിവരും. റേഡിയോ കോളർ ഘടിപ്പിച്ച് കാട്ടിൽ വിട്ടാൽ പരിക്ക് സങ്കീർണമാകാനാണ് സാധ്യത. എം കമൽ വിവരങ്ങളുമായി. കമൽ, രാവിലെ പുലർച്ചെ തൊട്ട് തുടങ്ങിയ ഓപ്പറേഷൻ ഒടുവിലാണ് ഇപ്പോൾ ആനയെ അവിടെ നിന്ന് മാറ്റിയതെങ്കിലും ഈ പരിക്ക് എത്രത്തോളം ആശങ്കയുള്ളതാണ്? ശ്രീജ, അതിൻ്റെ ഒരു ചിത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് തുമ്പിക്കൈയിൽ വലിയ ദ്വാരങ്ങളുണ്ട്, വലിയ രീതിയിലുള്ള മുറിവുണ്ട്. ഒരുപക്ഷെ ആന നാട്ടിലിറങ്ങി ഇത്രയും കാലം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ കാരണം പോലും ഈ പരിക്കായിരിക്കാം എന്ന് സംശയിക്കുന്നുണ്ട് വനം വകുപ്പ്. എന്തായാലും ഇപ്പോൾ മുത്തങ്ങയിലേക്ക് കൊണ്ടുപോയി ഇന്ന് തന്നെ വിദഗ്ധമായി ആ പരിക്ക് ഡോക്ടർ പരിശോധിക്കും. അതിനുശേഷമായിരിക്കും ചികിത്സയുടെ കാര്യം തീരുമാനിക്കുക. അതുമായി ബന്ധപ്പെട്ട് വരുന്നൊരു വിഷയം, ഈ മുട്ടിക്കൊമ്പനെ പിടികൂടുന്നതിനെതിരെ ചില സംഘടനകൾ കോടതിയൊക്കെ സമീപിച്ചിട്ടുണ്ട്. അവിടെ വനം വകുപ്പ് ഈ ആനയെ പിടികൂടിയ ശേഷം റേഡിയോ കോളർ ഘടിപ്പിച്ച് കാട്ടിൽ തന്നെ തുറന്നുവിടാം എന്നൊരു സത്യവാങ്മൂലം കോടതിയിൽ നൽകിയതായി ഒരു വിവരം വരുന്നുണ്ട്. അങ്ങനെ എങ്ങാനും ഇതിനെ തുറന്നു വിടുകയാണെങ്കിൽ ഈ തുടർ ചികിത്സ നൽകാനാകില്ല. മാത്രമല്ല ഈ പരിക്ക് സങ്കീർണമാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുമാത്രമല്ല, നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. ഇന്ന് രാവിലെ ഞങ്ങൾ അവിടെ എത്തിയത് മുതൽ നാട്ടുകാർ പറയുന്നുണ്ട്, തുറന്നുവിടാനൊരു നീക്കമുണ്ടായാൽ വലിയ പ്രതിഷേധം വനം വകുപ്പ് നേരിടേണ്ടി വരും. കാരണം വയനാട്ടിൽ എവിടെ തുറന്നുവിട്ടാലും അത് ജനവാസ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഒരു മാസത്തെ ആവശ്യമാണ് ഇതിനെ പിടികൂടണമെന്നുള്ളത്. ഒരു മാസം മുൻപാണ് രജീവ് എന്ന യുവ കർഷകനെ കാട്ടാന കൊലപ്പെടുത്തിയത്. അതിനുശേഷമാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഈ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ ഉത്തരവിട്ടത്. കഴിഞ്ഞ 13 ദിവസമായി വനം വകുപ്പിന്റെ ദൗത്യ സംഘം ഈ ആനയ്ക്ക് പുറകെയായിരുന്നു. പലതവണ ശ്രമിച്ചിട്ടും ആനയെ മയക്കുവെടി വെക്കാൻ കഴിഞ്ഞില്ല. രാവും പകലും നീണ്ട ദുഷ്കരമായ ദൗത്യത്തിനൊടുവിലാണ് ഇന്ന് പുലർച്ചെയോടെ ആനയെ മയക്കുവെടി വെച്ചത്. മയക്കുവെടി വെച്ച ശേഷവും ഉൾവനത്തിലായതിനാൽ പുറത്തെത്തിക്കാൻ മണിക്കൂറുകൾ എടുത്തു. 2:30യോടെയാണ് ആനയെ പുറത്തെത്തിച്ചത്. 5 കുങ്കിയാനകളും 80-ലധികം ആളുകളുള്ള ദൗത്യസംഘവും ചേർന്നായിരുന്നു ഈ ഓപ്പറേഷൻ. എന്തായാലും ഇപ്പോൾ മുട്ടിക്കൊമ്പനെ മുത്തങ്ങ ആന ക്യാമ്പിൽ എത്തിച്ചിട്ടുണ്ട്. ശ്രീജ.